കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ, തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസ എന്നിവരാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടി. 24 എക്സ്ക്ലൂസീവ്. വിവരം കിട്ടിയതിനെ തുടർന്ന് പരിശോധനയിൽ നമ്മുടെ എറണാകുളം ഗോശ്രീ പാർക്ക് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിന്റെ 506 നമ്പർ ഫ്ളാറ്റിൽ നിന്നും 2 സിനിമാ സംവിധായകർ, അതായത് പേര് ഒരാൾ അഷ്റഫ്, പിന്നെ ഒരു ഖാലിദ് റഹ്മാൻ, പിന്നെ അവരുടെ സഹായി, 3 പേരെ നമ്മൾ കുറച്ച് കഞ്ചാവായിട്ട് പുതിയൊരു കേസെടുത്തിട്ടുണ്ട്. അപ്പം ഒരു വിവരം കിട്ടിയ പരിശോധനയിലാണ് ഈ കേസ് കിട്ടിയിരിക്കുന്നത്. പ്രതികളെ ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണിത്. പക്ഷെ ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. ഇവര് കൃത്യമായിട്ട് കുറച്ച് നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അവരെ ചോദ്യം ചെയ്തതെന്നും മനസ്സിലാകും. സിനിമയുടെ ഡിസ്കഷനായിട്ടാണ് ഇവർ 3 പേര് പറഞ്ഞേക്കുന്നത്. ക്വാണ്ടിറ്റി 1.6 ഗ്രാമേ ഉള്ളൂ. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റാഫി, ഇത് ചെറിയ അളവിലുള്ള കഞ്ചാവാണ് എന്നതുകൊണ്ട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇനി ആ നിലയ്ക്കായിരിക്കുമോ എക്സൈസിന്റെ അന്വേഷണം? മറ്റെന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് എക്സൈസ് ഇപ്പോൾ? റാഫി. ഉന്മേഷ്, തീർച്ചയായും ചെറിയ അളവിലുള്ള ഒരു കഞ്ചാവാണ്. അതായത് ഇവർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ലഹരി മാഫിയയിൽ നിന്ന് കളക്ട് ചെയ്ത കഞ്ചാവാണ്. അവിടെ നിന്ന് വാങ്ങിയ ഒരു കഞ്ചാവാണ്. അതായത് 1.6 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് എക്സൈസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണം അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി ഉള്ളത്. കാരണം സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമാണ് എന്നുള്ള തരത്തിൽ ആക്ഷേപങ്ങളുണ്ടായിരുന്നു, ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലും ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ സിനിമാ മേഖലയിലുള്ള സിനിമാ താരങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരെയും എല്ലാം, അണിയറ പ്രവർത്തകരെയും എല്ലാം എക്സൈസും പോലീസും ലഹരിയുമായി പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ പിടികൂടിയിരിക്കുന്നത് ആ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകളെയാണ്. സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകൾ എന്ന് പറയുമ്പോൾ സംവിധായകന്മാരായ 2 പേർ. അവർ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന അടക്കമുള്ള സിനിമകൾ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാൻ, ഒപ്പം തന്നെ തമാശയും ഭീമന്റെ വഴിയും സംവിധാനം ചെയ്ത അഷ്റഫ് ഹംസ, ഇവർ 2 പേരുകളും സിനിമയിൽ നിലവിൽ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. പ്രമുഖരായ നടന്മാരോടൊപ്പം സിനിമ സംവിധാനം ചെയ്ത ആളുകളാണ്. പ്രമുഖരായ നടന്മാരോട് ഒപ്പം അഭിനയിച്ച ആൾ കൂടിയാണ് ഖാലിദ് റഹ്മാൻ. ഇത്തരത്തിൽ ഇവരിൽ നിന്ന് ലഹരി പിടികൂടുമ്പോൾ ഇവരിലേക്ക് ലഹരി എത്തിയ വഴിയാണ് എക്സൈസിന് ഇനി പ്രധാനപ്പെട്ട കാര്യം. കാരണം ചെറിയ അളവിലുള്ള ലഹരി ലഭിച്ചു എങ്കിൽ പോലും ഇവരിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ എക്സൈസിന് കിട്ടിയ വിവരങ്ങൾ അതേറെ നിർണായകമാണ്. കാരണം വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എക്സൈസിനോട് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സിന്തറ്റിക് ലഹരികൾ ഇവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും എക്സൈസിനോട് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നില്ല, കഞ്ചാവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള അവരുടെ ആ മൊഴി അത് എക്സൈസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകൾ, ഈ മൊഴിയുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾ എക്സൈസ് നടത്തുന്നുണ്ട്. എന്നാൽ പോലും ഇവരിലേക്ക് ലഹരി എത്തിയ വഴി അതാണ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം. കാരണം സിനിമാ മേഖലയിലേക്ക് എങ്ങനെ ലഹരി എത്തുന്നു, അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ലഹരി എത്തുന്ന വഴി, അതിൻ്റെ ഉറവിടം, അത്തരം ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിന്, ആ വഴികൾ നശിപ്പിക്കുന്നതിനാണ് എക്സൈസും പോലീസും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നേരത്തെ ആലപ്പുഴയിൽ നിന്ന് ലഹരിയുമായി പിടികൂടിയ തസ്ലീമ എന്ന യുവതി, അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. സിനിമാ മേഖലയിലെ പ്രമുഖരായ ആളുകൾക്ക് കഞ്ചാവ് വിതരണം, ലഹരി വിതരണം നടത്തിയിരുന്നു എന്ന് തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട്. പല പ്രമുഖ പേരുകളും തസ്ലീമ എക്സൈസിനോടും പോലീസിനോടും പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി എത്തിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ് തസ്ലീമ. അതിനുശേഷം നടന്ന എക്സൈസിൻ്റെ നീക്കങ്ങൾ അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ തസ്ലീമ പറഞ്ഞ പല പേരുകളിലേക്കും പിന്നീട് എക്സൈസ് കടന്നു പോകുന്നത് കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു ഷൈൻ ടോം ചാക്കോയുടേത്. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് പരിശോധന നടത്തുമ്പോൾ അവിടെ ഷൈൻ ടോം ചാക്കോ ഒരു 2ാം നിലയിൽ നിന്ന് ജനൽ വഴി എടുത്തു ചാടി രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ 24 നൽകിയിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു രഹസ്യ വിവരം ഇതുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് എക്സൈസിന് ലഭിക്കുന്നത്. എറണാകുളത്തെ ഗോശ്രീ പാലത്തിന് സമീപമുള്ള മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിൽ സംവിധായകനും സിനിമോട്ടോഗ്രാഫറുമായ സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുകയും രാത്രി 1 മണിയോടെ എക്സൈസ് ഈ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുകയും ചെയ്തത്.
ഈ പരിശോധനയിലാണ് രണ്ട് പേരിൽ നിന്ന് സിനിമാ സംവിധായകന്മാരായ ഖാലിദ് റഹ്മാനിൽ നിന്നും അഷ്റഫ് ഹംസയിൽ നിന്നും 1.6 ഗ്രാം കഞ്ചാവ് എക്സൈസിന് കിട്ടുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ, ഇവരുടെ മൊഴിയാണ് എക്സൈസിന് ഏറ്റവും നിർണായകം. തുടർ അന്വേഷണത്തിൽ വരിക ആരാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചത്, എവിടെ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് എത്തുന്നത്, കഞ്ചാവ് കൂടാതെ മറ്റു ലഹരി വസ്തുക്കൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇടപാടുകാരുമായി മറ്റു ബന്ധങ്ങൾ ഇവർക്കുണ്ടോ എന്നുള്ള പരിശോധനകളാണ് ഇനി എക്സൈസ് നടത്തുക. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.